ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 13 സെൻറ്റ് സ്ഥലത്ത് 2014 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിട്ടുള്ള ഷബീർ ഖദീജ ദമ്പതിമാരുടെ മനോഹരമായ വീടാണ്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം കൊടുത്തിട്ടുണ്ട്. മുറ്റത്ത് ബേബി മെറ്റൽ വിരിച്ച് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വീടിൻ്റെ എലിവേഷൻ നോക്കുകയാണെങ്കിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ഷോ വാള്, GI വർക്ക്, ഫ്ലാറ്റ് റൂഫ്, പ്ലാസ്റ്ററിങ്ങിൽ കട്ടിങ്ങും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ LED ലൈറ്റ്സും വരുന്നുണ്ട്. ഇവിടെ സെമി ഓപ്പൺ കൺസെപ്റ്റിലാണ് സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു സൈഡിലോട്ടായിട്ട് ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 4 സ്റ്റെപ്പാണ് വന്നിട്ടുള്ളത്. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ സൈഡിലായിട്ട് സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പില്ലറിൽ കൊടുത്തിട്ടുള്ളതും ടെക്സ്ചർ വർക്കാണ്. ലെങ്തി ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ്. ഇനി നമുക്ക് മെയിൻ ഡോറ് നോക്കാം. മഹാഗണി വുഡിലാണ് ഷട്ടർ ചെയ്തിട്ടുള്ളത്. കട്ടില വരുന്നത് കൊയിലയിലാണ്. സിമ്പിൾ ഡിസൈൻ ആണ്. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് ഒരു ഫോയർ സ്പേസിലോട്ടാണ്. ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് കട്നി മാർബിൾ ആണ്. ഈ ഒരു ഫോയറിൻ്റെ റൈറ്റ് സൈഡിലോട്ടായിട്ടാണ് ഇവിടെ സ്റ്റെയർ, അതുപോലെ ലിവിങ് സ്പേസ് എന്നിവ കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നത് ലിവിങ്ങിന് ചെയ്തിട്ടുള്ളൊരു പാർട്ടീഷൻ വാളാണ്. ഇതിൽ പർഗോള ഡിസൈൻ ചെയ്തിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ കാണുന്ന ഭാഗത്താണ് ഡൈനിങ് വന്നിട്ടുള്ളത്. നമുക്കാദ്യം ഈ ഒരു ലിവിങ് പരിചയപ്പെടാം. 330x279 സൈസിലാണ് ഈ ഒരു ലിവിങ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. മുകളിൽ ഭംഗിയിൽ തന്നെ സീലിംഗ് കൊടുത്ത് അതിലൊരു ഹാങ്ങിങ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ജിപ്സം സീലിംഗ് ആണ്. നല്ല ഭംഗിയിൽ ഗ്രീൻ ഷെയ്ഡിൽ ചെയ്തിട്ടുള്ളൊരു കോർണർ സെറ്റിയാണ്. അതിന് മാച്ച് ആയിട്ടുള്ളൊരു ടീ ടേബിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തൊരു ഇൻഡോർ പ്ലാന്റ് ഭംഗിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ വാളിലായിട്ട് പർഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്ത് ഷെൽഫ് വരുന്നുണ്ട്. അതുപോലെ ഒരു സ്റ്റഡി ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കടക്കുമ്പം നമ്മൾ മെയിൻ ഡോറ് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ടുള്ളത്. ഗ്ലാസിൻ്റെ ഡോറ് കാണുന്നത് കിച്ചണിലേക്കുള്ളതാണ്. നല്ല ഭംഗിയിലാണ് ഇവിടെ സീലിംഗ് ചെയ്തിട്ടുള്ളത്. സീലിംഗിൽ നിന്ന് തന്നെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ്ങിൻ്റെ മാത്രം സൈസ് വരുന്നത് 300x420 ആണ്. 8 സീറ്റോട് കൂടിയിട്ടുള്ള ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പർഗോള ഡിസൈൻ കൊടുത്തിട്ടാണ്. മൾട്ടിവുഡ് വർക്കാണ്. അതിനകത്ത് LED ലൈറ്റ് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഡൈനിങ്ങിൻ്റെ റൈറ്റ് സൈഡിലോട്ടായിട്ടാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഡബിൾ സൈഡ് ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഫോയർ കൊടുത്തിട്ട് അതിനകത്താണ് വാഷ് ഏരിയ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ബെഡ്റൂമും വരുന്നുണ്ട്. താഴെ മൾട്ടിവുഡിൻ്റെ ഷെൽഫാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് പാനലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വാളിൽ മുകളിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും അതുപോലെ നല്ല ഭംഗിയുള്ളൊരു മിററുമാണ് നൽകിയിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്ത് വരുന്ന ബെഡ്റൂം നോക്കാം. 360x300 ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. കോട്ടിൻ്റെ ഹെഡ് സൈഡിലായിട്ട് 2 സിംഗിൾ വിൻഡോ ആണ് വരുന്നത്. വിൻഡോസിൽ സീബ്ര ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ്. സീലിംഗിലായിട്ട് LED ലൈറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമ്മൾ റൂമിലേക്ക് കയറി വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡ് വിത്ത് മൈക്ക ലാമിനേറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കോട്ടിൻ്റെ ഈ ഒരു സൈഡിലോട്ടായിട്ടാണ് ഇവിടെ ബാത്റൂം വന്നിട്ടുള്ളത്. ഫൈബർ ഡോറാണ് നൽകിയിട്ടുള്ളത്. 210x150 ഇതിൻ്റെ സൈസ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം നോക്കാം. ഈ നേരെ കാണുന്നതാണ് ബെഡ്റൂമിൻ്റെ ഡോറ്. റെഡിമെയ്ഡ് ഡോറാണ്. 330x360 ഇതിൻ്റെ സൈസ് വരുന്നത്.
സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. കോട്ടിൻ്റെ ഹെഡ് ഭാഗത്ത് കുഷ്യനാണ് വരുന്നത്. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്താണ് വാർഡ്രോബ് വന്നിട്ടുള്ളത്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. 220x150 ബാത്റൂമിൻ്റെ സൈസ് വരുന്നത്. ടൈൽ കളർ കോമ്പിനേഷൻ കണ്ടുവച്ചോളൂ കേട്ടോ. ഇതിനകത്ത് തന്നെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, അതിന് മിറർ വരുന്നുണ്ട്. ഇനി നമുക്ക് കിച്ചൺ നോക്കാം. കിച്ചൻ്റെ ഡോറ് വുഡിലും ഗ്ലാസ്സിലുമാണ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസ്സിന് ഈ ഒരു തരത്തിലുള്ള ഡിസൈൻ വരുന്നുണ്ട്. ഇവിടെ എല്ലാ ഡോറിനും ബ്ലാക്ക് കളർ ലോക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 340x500 സൈസിലാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. അലൂമിനിയം ഫാബ്രിക്കേഷൻ കബോർഡാണ് ഇതിന് നൽകിയിട്ടുള്ളത്. വിറകടുപ്പും സ്റ്റോർ റൂമും എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ സെൻട്രൽ പോർഷനിലായിട്ട് 4 ചെയറുകളോട് കൂടിയിട്ടുള്ളൊരു ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ വരുന്നത് ഗ്ലാസ് ആണ്. വാളിലായിട്ട് ഇങ്ങനെ ഒരു ഷോക്ക് പീസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ഡോറ് അതിന് നൽകിയിട്ടുണ്ട്. പിന്നെ അതാ മുകൾ ഭാഗത്ത് റാക്ക് വരുന്നുണ്ട്. ഫ്രിഡ്ജ് ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വിറകടുപ്പ് വരുന്നത്. വിറകടുപ്പിന് ചിമ്മിണി നൽകിയിട്ടുണ്ട്. അപ്പർ ക്യാബിനറ്റ് വരുന്നത് ഈ ഒരു രീതിയിലാണ്. വിൻഡോസിൻ്റെ ഭാഗത്തൊരു ചെറിയ ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൗണ്ടർ ടോപ്പിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ടാണ് സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വരുന്ന ക്യാബിനറ്റിൽ GTBT ആണ് നൽകിയിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് സ്റ്റൗ കൊടുത്തിട്ടുള്ളത്. സ്റ്റൗവിന് താഴെ 2 ഡ്രോവറുകൾ നൽകിയിട്ടുണ്ട്. ഇത് സ്ലാബ് വാർത്തിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാബിനറ്റിന് അതിൻ്റേതായിട്ടുള്ളൊരു സൗകര്യക്കുറവുണ്ട്. ഇനി ഈ ഒരു കോർണറിലായിട്ടാണ് മിക്സിക്കും ഓവണിനും ഒക്കെ പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സ്റ്റോർ റൂം വരുന്നത്. 220x120 ഇതിൻ്റെ സൈസ് വരുന്നത്. 2 റാക്ക് വാർത്തിട്ടുണ്ട്. ഇത് ജിപ്സത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി സ്റ്റോറേജ് സ്പേസ് കിട്ടിയാനേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ നോക്കാം. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ വന്നിട്ടുള്ളത് GIയിലാണ്. ഈ ഒരു രീതിയിലാണ് കേട്ടോ സ്റ്റെയർ വന്നിട്ടുള്ളത്. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റും സൈഡിലായിട്ട് കട്നിയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വരുന്ന പർഗോളയാണ്. അതുപോലെ ലാൻഡിങ്ങിലായിട്ടും പർഗോളയാണ് വെന്റിലേഷന് നൽകിയിട്ടുള്ളത്. ഇനി മുകളിൽ എത്തിക്കഴിഞ്ഞാലുള്ളൊരു വ്യൂ ആണ്. ഒരു ഹാള് വരുന്നു. നമ്മൾ കടന്ന് വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ബാൽക്കണി, ഒരു ബെഡ്റൂം എന്നിവ വരുന്നുണ്ട്. ഈ ഒരു ഹാളിൽ ഒരു അയൺ ടേബിൾ ചെയ്തിട്ടുള്ളതാണ്. ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം നോക്കാം. ഇത് ബാൽക്കണിയുടെ സൈഡിൽ വരുന്ന ബെഡ്റൂമാണ്. സിമ്പിളായിട്ടാണ് ഇവിടെ എല്ലാ ബെഡ്റൂമും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ടൈലാണ് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. താഴെ ചെയ്തിട്ടുള്ള അതേ വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ മുകളിലും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് സൈസ് പറയാത്തത്. ടൈൽ കളറൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി ബാൽക്കണി നോക്കാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബാൽക്കണി വരുന്നത്. സൈഡിലായിട്ട് സിറ്റിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഓപ്പൺ ടെറസിലേക്കുള്ളൊരു വേ കൊടുത്തിട്ടുണ്ട്. മുകളിൽ കൊടുത്തിട്ടുള്ള GI വർക്കാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻ കാണാനായിട്ട്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ.
നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇനി ഇവിടുത്തെ ഓപ്പൺ ടെറസ് ഒന്ന് നോക്കാം. ഇനി ഈ ഒരു ഭാഗത്ത് വരുന്ന നെക്സ്റ്റ് ബെഡ്റൂം നോക്കാം. ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഒരു പാസേജ് വന്നിട്ടാണ് കോട്ട് സ്പേസ് ഒക്കെ വന്നിട്ടുള്ളത്. ഇവിടെ ഫർണിഷിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഒരു ബാത്റൂമിനകത്താണ് വാഷ് മെഷീൻ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഒരു വാഷ് ബേസിൻ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. നെക്സ്റ്റ് മറ്റൊരു നല്ല വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ ബൈ.